ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് വർഷ രേവതിയോട് പറയുന്നുണ്ട്, രേവതി ചേച്ചി എനിക്കിന്ന് ഒന്നും കഴിക്കാനൊന്നും വേണ്ട, എനിക്കൊരു ഓംലേറ്റ് മാത്രം മതി, കാരണം എനിക്ക് ഇത്തിരി വണ്ണം കൂടുന്നുണ്ട്, അപ്പോൾ ഡയറ്റിലാണ് ഞാനെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, വർഷക്ക് ആവശ്യത്തിന് വണ്ണേ ഉള്ളൂ, ഡയറ്റൊന്നും ചെയ്യണ്ടെന്ന് പറയുമ്പോൾ വർഷ സമ്മതിക്കുന്നില്ല. ശ്രീകാന്ത് എന്നെ ഇപ്പൊ തന്നെ കളിയാക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഡയറ്റിലാണെന്ന് പറയുവാണ്. ഈ ടൈമിലാണ് ശ്രുതി അടുക്കളയിലോട്ട് കയറി വരുന്നത്. ശ്രുതിയെ കാണുന്നതും രേവതി താങ്ക്സ് പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി ചോദിക്കും, എന്നോട് എന്തിനാ രേവതി താങ്ക്സ് പറയുന്നത്? അപ്പോ രേവതി പറയുന്നുണ്ട്, അല്ല എനിക്ക് വേണ്ടിയല്ലേ ശ്രുതി താലിമാല വരെ വിറ്റ് 2 ലക്ഷം രൂപ ബാം ആന്റിയെ ഏൽപ്പിച്ചതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് ഞെട്ടിപ്പോവാണ്. രേവതിയോട് ഇത് ആര് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ബാമാൻറ്റിയാ പറഞ്ഞതെന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി പറയും, ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടാണ് ബാമാൻറ്റിനോട് ഞാൻ 2 ലക്ഷം രൂപ ഏൽപ്പിച്ചതെന്ന് പറയുമ്പോഴേക്കും വർഷ കിടന്ന് ചിരിക്കുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും, വർഷ എന്തിനാ ചിരിക്കുന്നത്? അപ്പോൾ വർഷ പറയുന്നുണ്ട്, അല്ല എനിക്കൊരു സൈക്കോളജി ഫാക്റ്റ് ഓർമ്മ വന്നു. കാരണം ഒരു പെണ്ണിനോട് ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 മണിക്കൂറിനുള്ളിൽ അവരത് ആരോടെങ്കിലും പറഞ്ഞിരിക്കും, ഇല്ലെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പറ്റില്ലെന്നാ പറയാറ്. അത് ശരിയാണെന്ന് എനിക്കിപ്പം മനസ്സിലായി എന്ന് വർഷ പറയുവാണ്. ശ്രുതി എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തെന്ന് രേവതി ചോദിക്കുവാണ്. ഞാൻ ആ പൈസ എടുത്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ പേരിലുള്ള ആ ചീത്തപ്പേര് പോകാനും അതുപോലെ തന്നെ വീട്ടിലെ വഴക്ക് മാറി സമാധാനം ഉണ്ടാവാനും പൈസ നഷ്ടപ്പെട്ടിട്ടില്ല, അലമാരിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രാൻ്റിയെ ഏൽപ്പിക്കാൻ ബാമാൻ്റിയുടെ കയ്യിലാണ് ശ്രുതി ആ പൈസ കൊടുത്തതെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വിചാരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ആ ബാമാൻ്റി രേവതിയോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ ആ പൈസ എടുത്തിട്ടില്ല, പക്ഷേ എൻ്റെ നേർക്ക് വീണ ആ ചീത്തപ്പേര് മാറാൻ വേണ്ടി ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ താങ്ക്സ് പറഞ്ഞതെന്ന് രേവതി പറയുമ്പോഴേക്കും വർഷ ഇടയിൽ കയറുന്നുണ്ട്. അല്ല രേവതി ചേച്ചിയല്ല ആ പൈസ എടുത്തത്, ശ്രുതി ചേച്ചി ഏൽപ്പിച്ച 2 ലക്ഷം രൂപയാണ് ബാം ആൻറ്റി നിങ്ങളെ ഏൽപ്പിച്ചത്. അപ്പം പിന്നെ ആ മോഷണം പോയ പൈസ എവിടെ പോയി, അത് നമുക്ക് കണ്ടുപിടിക്കണ്ടേന്ന് വർഷ ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷനാവുകയാണ്. കണ്ടുപിടിക്കാൻ ഇവളാര് ഡിറ്റക്റ്റീവ് ആണോ എന്നൊക്കെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആരായിരിക്കും ആ പൈസ എടുത്തതെന്ന് വർഷ വീണ്ടും ആലോചിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്കെങ്ങനെ അറിയാനാ വർഷേ? അപ്പോൾ വർഷ പറയും, അത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അന്നത്തെ ദിവസം ബാമാൻറ്റിയുടെ വീട്ടിൽ ആരൊക്കെ വന്നു പോയി എന്നൊക്കെ ഒരു ലിസ്റ്റ് എടുത്താൽ മതി, ആളെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുവാണേ. ശ്രുതിയുടെ മുഖത്തുള്ള ഈ ഭാവവ്യത്യാസം വർഷയും രേവതിയും ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് ശ്രുതിയുടെ മേത്ത്. അപ്പോൾ ശ്രുതി പറയും, വർഷേ ഈ പ്രശ്നം ഇനിയും വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ 2 ലക്ഷം രൂപ ഞാൻ ബാമാൻറ്റി ഏൽപ്പിച്ചത്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എന്നാലും ആളെ കണ്ടുപിടിക്കണ്ടേ, ഞാൻ ബാമാൻറ്റിയെ വിളിച്ച് ഇപ്പം തന്നെ ലിസ്റ്റ് എടുക്കാൻ പോവാന്ന് പറയുമ്പോഴേക്കും ശ്രുതി സമ്മതിക്കുന്നില്ലേ. ശ്രുതി പറയുന്നുണ്ട്, വർഷ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ആൻറ്റി അറിയും, ആൻറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും രേവതിക്കായിരിക്കും പ്രശ്നം, വീണ്ടും ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, രേവതിയുടെ മേലെ കുറ്റം ചാർത്തുകയും ചെയ്യും. ഇപ്പോൾ എന്തായാലും രേവതിക്ക് ആൻറ്റി കൊടുക്കാനുള്ള 2 ലക്ഷം രൂപ തന്നെയല്ലേ അത് ഞാൻ ഏൽപ്പിച്ചു, അത്രയേ ഉള്ളൂ, ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ചാൽ പോരെ, ഇനി ഇതും വീണ്ടും വഷളാക്കരുതെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നും പോവാണ്. പക്ഷേ വർഷക്കും രേവതിക്കും നല്ല സംശയമുണ്ട് ശ്രുതിയുടെ മേത്ത്. ശ്രുതി പോയി കഴിയുമ്പോഴേക്കും വർഷ രേവതിയോട് പറയുന്നുണ്ട്, അല്ല രേവതി ചേച്ചി, ഈ ശ്രുതി ചേച്ചി എന്തിനാ രേവതി ചേച്ചിയെ സഹായിക്കുന്നത്? ശ്രുതി ചേച്ചി അങ്ങനത്തെ ഒരു ആളെയല്ല, ഇപ്പം അവർക്ക് 2 ലക്ഷം രൂപ ലോസാ വന്നിരിക്കുന്നത്, എന്തിനാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ വർഷ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനും ഇതേ സംശയങ്ങളാ എന്നോട് ചോദിച്ചത്, ഇതിൻ്റെ പിറകിൽ വേറെ എന്തോ ഒരു കാരണമുണ്ട് രേവതി ചേച്ചി, അത് ഞാൻ എന്തായാലും കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് വർഷ അടുക്കളയിൽ നിന്നും പോവാണേ. അപ്പോഴേക്കും സച്ചി കയറി വരും. സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശ്രുതിയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ഞാൻ ചെയ്തു. ശ്രുതിയോട് താങ്ക്സ് പറഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ മുഖമൊക്കെ കാണണമായിരുന്നു, ആകപ്പാടെ മാറിപ്പോയി. വർഷക്കും ശ്രുതിയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയമുണ്ടെന്ന് രേവതി പറയുവാണേ സച്ചിനോട്. അപ്പോൾ തന്നെ സച്ചി പറയും, അതാ ഞാനും പറഞ്ഞത്, ഈ പാലറേട്ടത്തിൽ നല്ല 1-ാം തരം കേടിയാ, പാലറേട്ടത്തിൽ ശ്രുതിക്ക് നല്ലത് വരാൻ വേണ്ടി മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യത്തുള്ളൂ, അല്ലാതെ നിനക്ക് നല്ലതിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല, ഇതിൻ്റെ പുറകിൽ വേറെ എന്തോ കാരണമുണ്ട്. നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ അത് പിടിക്കപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ, അതുപോലെയൊക്കെയാണ് ഇപ്പോൾ പാലറേട്ടത്തിൽ ഇവിടെ കാണിച്ചു കൂട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്തായാലും ഞാൻ തെളിവോടെ പൊക്കും, നീ നോക്കിക്കോ രേവതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയും ഷോറൂമിലിരിക്കുന്ന ടൈമിൽ അഭിലാഷ് സാറ് വിളിക്കുവാണ് ഫോണിൽ. ഭയങ്കര സന്തോഷമുള്ളൊരു ഗുഡ് ന്യൂസ് പറയുവാണ് ശ്രുതിൻ്റെ അടുത്ത്. അത് കേൾക്കുന്നതും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം നല്ല സെയിലാവുന്നുണ്ട് അവരുടെ പ്രോഡക്റ്റ്. പ്രോഫിറ്റായിട്ട് 10 ലക്ഷം രൂപ ശ്രുതിയുടെ അക്കൗണ്ടിലോട്ട് അയച്ചിരിക്കുവാണ്. അത് കേൾക്കുന്നതും ശ്രുതി തുള്ളിച്ചാടുവാണ് സന്തോഷം കൊണ്ട്. ഈ വിവരം ശ്രുതിയോടും പറയുന്നുണ്ട്. ശ്രുതിക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും ലക്ഷം രൂപ പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് ശ്രുതി, എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല
പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ആനന്ദും കയറി വരുവാണേ. ആനന്ദും സുധീൻ്റെ അടുത്ത് ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ആനന്ദ് പറയുന്നുണ്ട്, ഞാൻ പാർക്കിലിരിക്കുന്ന ടൈമിൽ എപ്പോഴും വാക്കിങ്ങിന് ഒരാൾ വരാറുണ്ട്. ഞാൻ അയാളായിട്ട് നല്ല കമ്പനിയാണ്. പുറത്തൊക്കെ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ബീച്ചിൻ്റെ സൈഡിൽ ഇവിടെ നാട്ടിലൊരു ബംഗ്ലാവും ഉണ്ട് എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് 5 കോടി രൂപയാണ് ആ ബംഗ്ലാവിൻ്റെ വില. അത് അയാൾ 3 കോടി രൂപയ്ക്ക് വിൽക്കാൻ പോവാണെന്ന് സുധീനോട് പറയുന്നുണ്ട്. മേടിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും പരിചയത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ നിന്റെ പേര് അയാളോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുവാണ്. സുധി അപ്പം ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കുവാണേ. അല്ല, ഞങ്ങളുടെ കയ്യിൽ അത്രയും കാശുമില്ല. അത് മാത്രമല്ല 5 കോടി രൂപയുടെ വീട് അയാൾ എന്തിനാ 3 കോടി രൂപയ്ക്ക് വിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ടേ, അയാൾ ലാഭനഷ്ടവും ഒന്നും നോക്കുന്നില്ല, പുറത്തു പോയി സെറ്റിൽ ആവാൻ വേണ്ടി പോവുക. അപ്പോൾ ഈ വീട് ഏതെങ്കിലും ഒരു നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നൊക്കെ മാത്രമേ അയാൾക്ക് മനസ്സിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിന്റെ പേര് അയാളോട് പറഞ്ഞേന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഈ വിവരം ശ്രുതി പോയി ശ്രുതിനോട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വീട് വാങ്ങുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ ഇത് കോടിക്കണക്കിന് രൂപ, അത്രയും കാശൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ ശ്രുതി എന്ന് ശ്രുതി ചോദിക്കുന്നു. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, അഡ്വാൻസ് കൊടുത്ത് ഇപ്പൊ ബുക്ക് ചെയ്തിട്ട് ബാക്കി കാശ് നിങ്ങൾക്ക് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാലോ, അങ്ങനെ മേടിച്ചൂടെ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ആ വീടിന്റെ ഫോട്ടോസൊക്കെ ആനന്ദ് മൊബൈലിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശ്രുതിക്കും ഭയങ്കര ഇഷ്ടാവുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, വീടൊക്കെ കൊള്ളാം ശ്രുതി, പക്ഷേ നമുക്ക് ഇയാളെ കണ്ട് ഓണറിനെ കണ്ട് നേരിട്ട് സംസാരിക്കാം, നേരിട്ട് വീടും കാണാം, എന്നിട്ടൊക്കെ ബാക്കി കാര്യങ്ങൾ എന്തെന്ന് തീരുമാനിക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശരി, ഞാൻ ഓണറുമായിട്ട് സംസാരിച്ച് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്നും പോവാണ്. അങ്ങനെ അവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ളൊരു ദിവസം ആയതുകൊണ്ട് തന്നെ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് ശ്രുതിയും കൂടി വീട്ടിലോട്ട് പോവാണ്. എന്നിട്ട് ചന്ദ്രയ്ക്കും രവീന്ദ്രനൊക്കെ ആദ്യം കൊടുക്കുന്നുണ്ട്. ഇവർ കാര്യം എന്താണെന്ന് അന്വേഷിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പറയാമേ, ഇതാദ്യം എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുവാണ് ഈ സ്വീറ്റ്സ്. കാര്യം എന്താണെന്ന് ചന്ദ്ര വീണ്ടും അന്വേഷിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അഭിലാഷ് സാറിൻ്റെ പ്രോഡക്റ്റിൽ അത് നന്നായിട്ട് സെയിലാവുന്നുണ്ട്. അതിൻ്റെ പ്രോഫിറ്റായിട്ട് 10 ലക്ഷം രൂപ അഭിലാഷ് സാർ എനിക്ക് അയച്ചു തന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയുടെ കണ്ണിങ്ങനെ തള്ളുവാണേ. 10 ലക്ഷം രൂപയോ? ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സുധിമോൻ നല്ല ഉയർന്ന നിലയിലെത്തുമെന്ന്. കണ്ടില്ലേ, അവൻ ഒരു ദിവസം കൊണ്ട് 10 ലക്ഷം രൂപയാണ് സമ്പാദിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പിന്നെ ചന്ദ്ര അങ്ങോട്ട് സുധിയെ പൊക്കി അടിക്കാൻ തുടങ്ങുവാണ്. രാജയോഗമാണ് അവൻ്റെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പുകഴ്ത്തുന്നുണ്ട് ശ്രുതിയെ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഉള്ളതാണോ അതോ ഇവിടെ വന്ന് വെറുതെ തള്ളുന്നതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, എടാ സച്ചി, നീ വെറുതെ ഇരി, ഇപ്പോഴാവൻ കുറച്ച് ഉത്തരവാദിത്തോടെ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നീ വായടച്ച് മിണ്ടാതിരിക്കുമെന്ന് പറയുമ്പോൾ സച്ചിയും പറയുന്നുണ്ട്, അത് ശരിയാ, പണ്ട് പാർക്കിൽ കിടന്ന് ഉറങ്ങിയിരുന്നവനാ, ഇപ്പോൾ അതൊക്കെ മാറി കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചി, ശ്രുതിയുടെ ടാലന്റിന് ശ്രുതി ഒരുപാട് ഉയരങ്ങളിലെത്തും, കള്ളങ്ങൾ പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യം ശ്രുതിക്കില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു, വെറുതെ അതും ഇതും പറഞ്ഞത് നശിപ്പിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, അമ്മയ്ക്ക് വേറൊരു സർപ്രൈസും കൂടിയുണ്ട്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, എന്താണ് മോനെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ബാഗിൽ നിന്നും ആ ബോക്സ് എടുത്തിട്ട് 2 സ്വർണ്ണവള എടുത്തിട്ട് ചന്ദ്രക്ക് കൊടുക്കുവാണേ. ചന്ദ്ര വള കാണുന്നതും കണ്ണു തള്ളി നിൽക്കുവാണ്. ഇതെന്താ സ്വർണ്ണവളയോ? അയ്യോ, നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ കയ്യിൽ അത് ഇട്ട് കൊടുക്കുവാണ് 2 വളകളും. ചന്ദ്ര സന്തോഷം കൊണ്ട് തുള്ളി ചാടുവാണ്. അപ്പോൾ ശ്രുതി പറയും, അമ്മയ്ക്ക് വേണ്ടി മേടിക്കണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ മേടിച്ചതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, പണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ മേടിച്ചു തരുമായിരുന്നു, അത് കഴിഞ്ഞിട്ട് എനിക്ക് ആരും ഇതുപോലെ സ്വർണ്ണ വളയൊന്നും മേടിച്ചു തന്നിട്ടില്ല, ഇപ്പോൾ നിങ്ങളാ മേടിച്ചു തരുന്നത്, അതും എൻ്റെ കൈക്ക് കറക്റ്റ് അളവ്, അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലും, എനിക്ക് വളരെ സന്തോഷമായി മോനെ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര സന്തോഷിക്കുവാണ്. എടാ, അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ, അച്ഛനൊന്നും മേടിച്ചില്ലെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിനക്ക് മാത്രമല്ല അച്ഛനോട് സ്നേഹം, അച്ഛന് ഞാനും മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഷർട്ടും മുണ്ടും എടുത്തിട്ട് രവീന്ദ്രൻ്റെ നേർക്ക് നീട്ടുവാണേ. അപ്പോൾ സച്ചി പറയും, ഇതെന്താടാ, അമ്മയ്ക്ക് സ്വർണ്ണവള, അച്ഛനൊരു ബ്രേസ്ലെറ്റ് എങ്കിലും നിനക്ക് മേടിച്ചിട്ടൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, നീ ഒന്ന് വെറുതെ ഇരി സച്ചി, ഞാൻ അതൊക്കെ ഇട്ട് എവിടെ പോവാനാ, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് തന്നെ ഇവൻ തന്നല്ലോ, എനിക്ക് വളരെയധികം സന്തോഷം എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, അച്ഛാ, വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ടെന്ന് പറയുവാണ്. രവീന്ദ്രൻ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ, ബീച്ച് സൈഡിൽ ഒരു ബംഗ്ലാവ് വിൽക്കാൻ വേണ്ടിയിട്ടുണ്ട്, ഞങ്ങളത് മേടിക്കാൻ വേണ്ടി പോവാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ബീച്ച് ഹൗസോ? അയ്യോ, എനിക്ക് സന്തോഷമായി, ഞാൻ എന്താ പറയേണ്ടത് എൻ്റെ മോനെ പറ്റിയിട്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര തുള്ളി ചാടുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വീട് മേടിക്കുന്ന വരെയുള്ളൊരു ഉത്തരവാദിത്വം നിനക്ക് വന്നല്ലോടാ, വളരെ സന്തോഷം എന്നൊക്കെ സച്ചിയും ശ്രുതിയെ പുകഴ്ത്തുന്നുണ്ട്. എല്ലാവരും കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, വീട് മേടിക്കുന്നതൊക്കെ നല്ല കാര്യമാടാ, പക്ഷേ
പൈസ ആവശ്യമില്ലാതെ ചിലവാക്കി കടങ്ങളൊന്നും വരുത്തി വെക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഹേ ഇല്ലച്ച, അങ്ങനെയൊന്നുമില്ല, എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക, ഫൈനലൈസ് ചെയ്തിട്ട് എല്ലാം പറയാം എന്നൊക്കെ ശ്രുതി പറയുവാണ്. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി ആ വീട് പോയി കാണാം എന്നും പറയുന്നുണ്ട്. ചന്ദ്രക്ക് പറയണ്ടല്ലോ, സ്വർണ്ണവള, ബീച്ച് ഹൗസ് എന്ന് കേട്ടപ്പോഴേക്കും ചന്ദ്ര താഴത്തൊന്നുമല്ല, ഏതോ സ്വർഗത്തിലെന്ന പോലെ സന്തോഷിക്കുകയാണ്. ശ്രുതിയെയും ശ്രുതിയെയും കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.